മധ്യപൂർവേഷ്യയെ ഭീതിയിലാഴ്ത്തിയ വൻ സൈനിക സംഘർഷങ്ങൾക്കൊടുവിൽ ലോകത്തിന് വലിയൊരു ആശ്വാസമായി അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇരുവിഭാഗവും നടത്തി വന്നിരുന്ന പരസ്പര സൈനിക ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാനും നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാനുമാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ വ്യാപാരത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയ യുദ്ധ സാഹചര്യത്തിലാണ് ഇതോടെ താൽക്കാലിക ശമനമുണ്ടായിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപക്ഷവും തങ്ങളുടെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും മരവിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആഗോള വിപണിയിലേക്ക് എണ്ണ കൊണ്ടുപോകുന്ന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുരക്ഷിതമായി പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ ധാരണയുടെ പ്രധാന ലക്ഷ്യം. ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപീകരിച്ചിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള പുതിയ ആക്രമണങ്ങൾ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ നയതന്ത്ര വഴിത്തിരിവ്. പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരുപക്ഷവും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയത് മേഖലയെ മറ്റൊരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ഭീതി പരത്തിയിരുന്നു. ഈ പുതിയ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി അമേരിക്കൻ ഇറാനിയൻ പ്രതിനിധികൾ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന മറ്റു പ്രധാന തർക്കങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ദോഹ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. വരാനിരിക്കുന്ന ദോഹ ചർച്ചകൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമായിരിക്കും. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ എത്രത്തോളം കാലം നിലനിൽക്കുമെന്നതോ അതോ മേഖല വീണ്ടും ഒരു കടുത്ത സൈനിക പ്രതിസന്ധിയിലേക്ക് വീണു പോകുമോ എന്നതോ തീരുമാനിക്കപ്പെടുക ഈ ചർച്ചകളിലെ തീരുമാനങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. യുദ്ധഭീതി മൂലം കുതിച്ചുയർന്ന എണ്ണവിലയും കപ്പൽ ഇൻഷുറൻസ് നിരക്കുകളും വരും ദിവസങ്ങളിൽ കുറയാൻ ഇത് കാരണമാകും. അമേരിക്കൻ വിദേശ നയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ ധാരണ തന്ത്രപരമായ ഒരു നീക്കമാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നൽകിയ കടുത്ത മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ ഇറാൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നെങ്കിലും പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നത് അമേരിക്കയ്ക്കും ദോഷം ചെയ്യുന്ന തിരിച്ചറിവാണ് ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്. മറുഭാഗത്ത് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും തങ്ങളുടെ നിലപാടുകളിൽ താൽക്കാലിക വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കായിരിക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദവും സാമ്പത്തിക പ്രതിസന്ധികളും ചർച്ചകളുടെ മേശയിലേക്ക് വരാൻ ഇറാനെ പ്രേരിപ്പിച്ചു. ഖത്തറിലെ ചർച്ചകളിൽ സമുദ്ര സുരക്ഷയ്ക്ക് പുറമെ ഇറാന്റെ ആണവ പദ്ധതികൾ, പാശ്ചാത്യ ഉപരോധങ്ങൾ, മേഖലയിലെ മറ്റു സായുധ ഗ്രൂപ്പുകൾക്കുള്ള ഇറാന്റെ പിന്തുണ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചാ വിഷയമായേക്കാം. വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ കടുത്ത തർക്കങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ മേഖലയിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കാൻ സാധിക്കൂ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ പ്രാദേശിക ശക്തികളും ഈ നയതന്ത്ര നീക്കങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ അയൽപക്കത്ത് ഒരു വൻ യുദ്ധം ഉണ്ടാകുന്നത് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വിജയിക്കുന്നത് ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകും. ഐക്യരാഷ്ട്രസഭയും ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധമല്ല, മറിച്ച് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് ഇത്തരം അന്താരാഷ്ട്ര പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഏകമാർഗമെന്ന് ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് വ്യക്തമാക്കി. എങ്കിലും ഈ വെടിനിർത്തൽ കരാർ എത്രത്തോളം സുരക്ഷിതമാണെന്ന കാര്യത്തിൽ പ്രതിരോധ വിദഗ്ധർക്ക് ഇപ്പോഴും സംശയമുണ്ട്. മേഖലയിലെ ഏതെങ്കിലും ഒരു സായുധ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു പ്രകോപനം പോലും ഈ കരാറിനെ തകിടം മറിക്കാൻ പോന്നതാണ്. ഹോർമുസ് കടലിടുക്കിൽ നിന്നും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ താൽക്കാലികമായി പിന്നോട്ട് മാറുന്നതോടെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കപ്പൽ പരിശോധനകളും കുറയും. ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളിലൂടെയുള്ള യാത്ര സുഗമമാക്കും. യുദ്ധത്തിന്റെ വക്കിൽ നിന്നും അമേരിക്കയും ഇറാനും നയതന്ത്ര ചർച്ചകളിലേക്ക് തിരികെ നടക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു പോസിറ്റീവ് നീക്കമാണ്. ദോഹയിൽ വരാനിരിക്കുന്ന ചർച്ചകൾ വൻ വിജയമായി മാറുകയും മേഖലയിലെ സ്ഥിരം സമാധാനത്തിന് അത് വഴിവെക്കുകയും ചെയ്യട്ടെ എന്നാണ് ലോകം പ്രാർത്ഥിക്കുന്നത്. എങ്കിലും ഇരു വിഭാഗവും തങ്ങളുടെ മുൻഗണനകളിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ ചിത്രം.